ഫ്രഞ്ച് ടീമിലെ കുന്തമുനയും റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ സ്ട്രൈക്കറുമായ കിലിയൻ എംബാപ്പയുടെ പരിക്കേറ്റ കാലിന് നടത്തേണ്ട സ്കാനിംഗ് പ്രശ്നങ്ങളില്ലാത്ത കാലിന് നടത്തിയതായി പരാതി. ഈ വർഷം കാനഡ, അമേരിക്ക, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിനായി ഫ്രഞ്ച് ടീമിൽ ഇടം നേടിയ താരത്തിന്റെ പ്രകടനത്തിൽ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. തെറ്റായ പരിക്ക് നിർണയത്തിന് ശേഷം ഫ്രഞ്ച് സ്ട്രൈക്കർ ആശങ്കയിലും ദേഷ്യത്തിലുമാണെന്നാണ് റിപ്പോർട്ട്. കാൽമുട്ടിന് പരിക്കേറ്റ എംബാപ്പയ്ക്ക് മെഡിക്കൽ സംഘം സ്കാനിങ്ങിന് നിർദ്ദേശിക്കുകയായിരുന്നു. ഗുരുതരമായ പിഴവാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് ഫുട്ബോൾ ലോകത്തുള്ളത്. പരിക്കില്ലാത്ത കാൽ സ്കാനിംഗ് നടത്തിയതോടെ പ്രശ്നങ്ങളൊന്നും കാണാത്തതിനാൽ മത്സരത്തിനിറങ്ങാനുള്ള അനുമതി നൽകുകയായിരുന്നു. ഈ വർഷം തുടക്കത്തിൽ തന്നെ എംബാപ്പെ തന്റെ മെഡിക്കൽ സ്റ്റാഫിനെ പിരിച്ചുവിട്ടിരുന്നു. അതിലേക്ക് നയിച്ച നിർണായക കാരണവും ഈ തെറ്റായ രോഗനിർണയമാണെന്ന് പറയുന്നു. 2023 അവസാനത്തോടെ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വേനൽക്കാലത്ത് ടീം പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ഡോക്ടർ നിക്കോ മിഹിക്കിനെ വകുപ്പ് മേധാവിയായി നിയമിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനും അൽവാരോ കാരറാസിനും പരിക്കേറ്റിരുന്നു. അതേസമയം മെഡിക്കൽ സംഘത്തെ വിശ്വാസിച്ച് പരിക്കേറ്റ കാലുമായി നിരവധി മത്സരങ്ങളാണ് എംബാപ്പെ വേദന സഹിച്ച് കളിച്ചു. ഓരോ മത്സരത്തിനു ശേഷവും പരിക്കുകൾ വിലയിരുത്തേണ്ടതുണ്ട്. ജനുവരിയിൽ 2 മത്സരങ്ങളും മാർച്ച് ആരംഭത്തിൽ 3 മത്സരങ്ങളും പരിക്കേറ്റതിനാൽ എംബാപ്പയ്ക്ക് കളിക്കാനായില്ല. താരത്തിന് ക്രൂസിയേറ്റ് ലീഗമെന്റ് പരിക്കുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരാഴ്ച മുമ്പായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിൽ എംബാപ്പെ കളിച്ചത്. സിറ്റിക്കെതിരെ റയൽ വിജയം സ്വന്തമാക്കിയ ടൂർണമെന്റിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന മോഹം സിറ്റിക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നിരുന്നു. ഈ വാർത്ത വന്നതോടെ മലയാളികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ട്രോളിയും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തുകയാണ്. വീണയുടെ ആരോഗ്യവകുപ്പിനെ വെല്ലുവിളിക്കാൻ ഒരു വിദേശ ശക്തിയും അനുവദിക്കില്ല. ഇതൊക്കെ കേരളത്തിന്റെ സ്വന്തം ചികിത്സയാണെന്നും ഇതിന് പേറ്റന്റ് നടപ്പാക്കണമെന്നും മറ്റുമാണ് ട്രോൾ. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.